ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ യെസ് ലെറ്റർ അല്ലേ സാർ, ഒഫീഷ്യൽ ലെറ്റർ എങ്ങനെ എഴുതണം സാർ? അറിയില്ല സാറേ. കാര്യം ആ മറ്റേ പ്രൊജക്ട് ടൈഗറിൽ റാവൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, റാവൻസിനെ അല്ലെങ്കിൽ പിന്നെ ടൈഗറിനെ ഒരു ഇവിടെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഷൂട്ടിങ്ങിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം, ഒരു പെർമിഷൻ വേണം. സോ ഞങ്ങൾക്ക് അതോറിറ്റിക്ക് എന്ത് ചെയ്യണം, ഒരു ലെറ്റർ എഴുതണം സാർ. എങ്ങനെ എഴുതും? നോ ഐഡിയ. ജസ്റ്റ് കം ആൻഡ് ഫോളോ ദിസ് വീഡിയോ. സീ നോക്കൂ നിങ്ങൾ, ലെറ്റർ എന്ത് വന്നാലും എൻ്റെ മക്കൾ ഒഫീഷ്യൽ ലെറ്റർ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് കുഞ്ഞു എഴുത്തായിട്ട് നോക്കണ്ട കേട്ടോ, വലുതാക്കി വിടണ്ട്. സി അതിന് മുന്നേ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഫ്രം എഴുതുന്നു. ഫ്രം ശിവൻ അല്ലേ, ശിവനാണ് എഴുതുന്നത്. ഏർനഗറാണ് അവന്റെ അഡ്രസ് കൊടുക്കുക, പിന്നെ ഒരു ഡേറ്റ് കൊടുക്കുക. ടു ആർക്കാണോ എഴുതുന്നത്? ഇപ്പൊ ഒരു ഒഫീഷ്യൽ അഡ്രസ് ഉണ്ടാവില്ലേ, ഇപ്പൊ മാർത്ത എഴുതുന്ന പ്രിൻസിപ്പളിനാണെങ്കിൽ ടു ദ പ്രിൻസിപ്പൾ ഓഫ് അല്ലേ അവളുടെ ABC സ്കൂളിൽ എഴുതി കൊടുക്കുക. റിഗാർഡിങ് അബൌട്ട്, ഇനി ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതവിടെ വലുതാക്കി കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വലുതാക്കി കാണിച്ചിട്ടുള്ളത്. നോക്കൂ, സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവസാനം US ഫെയ്ത്ത്ഫുള്ളി എങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ. ദെൻ ഇത് വലുതാക്കി ഇവിടെ കാണിക്കുക കേട്ടോ. മറക്കരുതേ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ലെറ്റർ പെട്ടിയിലുണ്ടാക്കിക്കോളുണ്ട് കേട്ടോ. റെസ്പെക്ട് സബ്ജക്ട് റിഗാർഡിങ് അബൌട്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ഇല്ലേ. ഇപ്പോ ടൈഗറിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കാന്ന്. റിഗാർഡിങ് അബൌട്ട് മൈ സ്കോളർഷിപ്പ് ജാക്കറ്റ്, എന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രിൻസിപ്പളെ ഞാൻ ഈ കത്ത് എഴുതുന്നത്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. റെസ്പെക്റ്റഡ് സർ, ബഹുമാനപ്പെട്ട സാറേ, ത്രൂ ദിസ് ലെറ്റർ ഓഫ് മൈൻ, എന്റെ ഈ കത്തിലൂടെ ഐ വിഷ് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ, ഈ കത്ത് വായിക്കുന്ന ആളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നു. ടുവാർഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലെറ്റർ, ഈ ലെറ്ററിന്റെ പ്രാധാന്യത്തിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണിത്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. I'm sending this letter, ഞാൻ ഈ കത്ത് എഴുതുന്നത് ടു എന്തിനാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, എന്തിനാന്നുള്ളത് എന്തിലുണ്ടാവും പറ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, ദയവ് ചെയ്തിട്ട് അതിൽ കാണും, അതൊന്ന് നോക്കണേ. നോക്കൂ, ടു റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടാവും, അല്ലെങ്കിൽ യെസ് ടു റിക്വസ്റ്റ് എന്നോ ടു അലോ എന്നോ എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അവിടെ എഴുതി കൊടുക്കാം. I hope you will consider this letter. ഈ കത്ത് നിങ്ങൾ പരിഗണിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. With full of its seriousness, അതിന്റെ എല്ലാ സീരിയസ്നെസ്സോടും നിങ്ങൾ പരിഗണിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. The main reason behind sending this ഇമെയിൽ അല്ല ലെറ്റർ, ഇമെയിൽ ചോദിച്ചാൽ ഇമെയിലിനാക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ കത്ത് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഈസ് ആകുന്നു. എന്നിട്ട് ആ വിഷയം എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക, വിഷയം എഴുതി കൊടുക്കാന്ന്. ഇനി സാറേ അതിപ്പോ എന്താ എഴുതുകയെന്ന് ചോദിച്ചാലേ അത് എനിക്കറിയില്ല. ചോദ്യം പേപ്പർ ഞാനല്ലല്ലോ ചോദ്യം പേപ്പർ ഇടേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ കിട്ടുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതിന്റെ മിഡിൽ എഴുതാനുള്ള കണ്ടന്റ് ഒക്കെ എവിടെ ഉണ്ടാവും അറിയോ മക്കളെ? ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവുന്ന, അത് തീർത്തുകൊണ്ട് പൂസ് ചെയ്യാൻ മതി കേട്ടോ. ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഐ റിക്വസ്റ്റ് യു, അതൊരു 4 വരിയെങ്കിലും എഴുതണം കേട്ടോ, അല്ലാണ്ട് ഒറ്റ വരി എഴുതരുത്, 4 വരിയിൽ എഴുതണം. ഐ റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ അല്ലേ, ഞാൻ ഈ വിഷയത്തിലേക്ക് നോക്കാൻ വേണ്ടി കാര്യമായിട്ട് ആഗ്രഹിക്കുകയാണ്. ടേക്ക് നെസസറി സ്റ്റെപ്സ്, എന്നിട്ട് വേണ്ട സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഫോർ ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് വേണ്ട നടപടികൾ എടുക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, നിങ്ങളുടെ അടുത്ത് ഉടൻ ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോട് കൂടിയിട്ട് വനജ. ഏത് നാളെ സോറി, ഇവിടെ ശിവൻ കൊടുത്തതിന് അവിടെ വനജനെ കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെയും ശിവനെ തന്നെ കൊടുക്കണം കേട്ടോ, ഇവിടെയും ശിവനെ കൊടുക്കണേ. ഞാൻ പണ്ടെങ്ങാണ്ട് വനജനെ കയറ്റി വെച്ചതാണ്, അപ്പൊ അത് മാറ്റിയിട്ട് ശിവനാക്കുക. ഓക്കെ, ശിവൻ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. I'm just kidding. See, അതിന്റെ ഫ്രണ്ടിന്റെ പേരാണ് ഞാൻ വെച്ചത്. നിങ്ങൾക്ക് പിന്നെ ബാബു എന്ന് കൊടുത്താലുണ്ട്. ബാബു ആകുമ്പോൾ പിന്നെ മതം ഒരു പ്രശ്നമല്ല. ഇസ്ലാമിലും അല്ലെ, ഹൈന്ദവ മതത്തിലും ക്രിസ്ത്യാനി മതത്തിലും എല്ലാത്തിലും ബാബു ഉണ്ട്. അതുകൊണ്ട് പിന്നെ ബാബു വെച്ചാൽ മതി, നോ ടെൻഷൻ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനിയും ഈ വീഡിയോ നമ്മുടെ റാൻസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ +1 ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുണ്ട് കേട്ടോ. സോ ഇന്ന് കൃത്യം 7:30 മണിക്ക് എന്റെയും അക്ഷയ് സാറിന്റെയും ലൈവ് ഉണ്ട്. എല്ലാവരും വന്നോളൂ കൃത്യം 7:30 മണിക്ക്. So welcome to Rans Learning Portal. Thank you. Bye bye.